സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ മഴവില്ലിനപ്പുറം. ശബ്ദായമാനമാണ് അന്തരീക്ഷം. ക്യാബിന് പുറത്ത് ആൾക്കാരുടെ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കാം. പതിവുള്ളതാണ് എല്ലാം. 2-3 വർഷങ്ങൾ കൊണ്ട് ഈ ചുറ്റുപാടുകളുമായി താൻ ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഓർത്തു. പഞ്ചായത്ത് ഓഫീസ് എവിടെയായാലും ഇത് തന്നെയാണ് സ്ഥിതി. ഭാഷയും ദേശവും മാത്രം മാറിയിരിക്കും. പൊതുജനം വന്നു കയറാത്ത ഒരു ഓഫീസ് അന്തരീക്ഷത്തെക്കുറിച്ച് വെറുതെ സങ്കല്പിച്ചു നോക്കി. അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. മുമ്പിൽ ഒരു കുന്നു ഫയലുകളുണ്ട്. സാമ്പത്തിക പ്രശ്നമുള്ളവയാണ് ഏറെയും. സശ്രദ്ധം വായിച്ചു പഠിക്കാതെ ഒപ്പിടാനാവില്ല. ഇല്ലെങ്കിൽ ബാധ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഓരോന്നും നോക്കി തീർത്ത് ഒപ്പിടുമ്പോൾ കൈകൾക്കും മനസ്സിനും ധൃതിയുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് തൊട്ടടുത്ത പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സെക്രട്ടറിമാരുടെ കോൺഫറൻസ് ഉണ്ട്. ഊണ് കഴിഞ്ഞ് വേണം അവിടേക്ക് ബസ് കയറാൻ. എല്ലാം തീർന്നു കിട്ടുമ്പോഴേക്കും വൈകുന്നേരമാവും. പിന്നീട് വീട്ടിലേക്ക്. വഴിക്കണ്ണുമായി തന്നെ കാത്തിരിക്കാൻ ആകെയുള്ളത് ജാനു അമ്മയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് അമ്മ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. വീട്ടിൽ ആര് വന്നു പോയാലും അത് അമ്മയെ ബാധിക്കില്ല. രാപ്പകലുകൾ കടന്നു പോകുന്നതും അറിയാറില്ല. ജാനു അമ്മ യാന്ത്രികമായി അവരുടെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാസാദ്യം കൈപ്പറ്റുന്ന ശമ്പളത്തുക നിസ്സാരമൊന്നുമല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് ലഭിക്കുന്ന പരിചരണത്തിന് ആത്മാർത്ഥതയുടെ പിൻബലമുണ്ട്. അതാണ് തനിക്കുള്ള ഏക ആശ്വാസവും. ജാനു അമ്മയുടെ വിധവാ പെൻഷൻ കാലതാമസം കൂടാതെ ശരിയായി കിട്ടാൻ കാരണം താനാണെന്ന് അവർക്കറിയാം. കുഞ്ഞില്ലായിരുന്നെങ്കിൽ വർഷങ്ങളോളം പഞ്ചായത്തിൻ്റെ തിണ്ണ എനിക്ക് നിരങ്ങേണ്ടി വന്നേനെ. പലവരും പറഞ്ഞു കേട്ടിരിക്കുന്നു. ആ നന്ദി പ്രകടനം ജാനു അമ്മയിൽ നിന്നും മാത്രമല്ല പലരിൽ നിന്നും ഉണ്ടാകുന്നു. ഓഫീസിലേക്ക് നടന്നു വരുമ്പോഴാണ് കൂടുതലും കേൾക്കേണ്ടി വരുന്നത്. സ്വന്തം നാടായതുകൊണ്ട് എല്ലാവരും പരിചയക്കാർ. നേരിയ ബന്ധം പോലും ഇല്ലാത്തവർ ഏറ്റവും അടുത്തവരെ പോലെ ഇടപഴകുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുമായുള്ള അടുപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരവുമല്ല. അത് കാരണം ആരെയും മനഃപൂർവ്വം പിണക്കാറില്ല. കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാറുമുണ്ട്. പക്ഷേ സഹതാപം തുളുമ്പുന്ന നോട്ടങ്ങളും വാക്കുകളുമാണ് മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു വിവാഹമൊക്കെ ആയിക്കൂടെ മോളെ? എത്ര നാളിങ്ങനെ ഒറ്റാന്തടിയായി മുന്നോട്ടു പോകും? ഉദയൻ വിളിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരാൺതുണയുണ്ടെങ്കിൽ അമ്മയെ നോക്കാനും ചികിത്സിക്കാനുമൊക്കെ സഹായമാവില്ലേ? തികഞ്ഞ നിസ്സംഗതയോടെ മാത്രമേ കേട്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അടുപ്പമുള്ളവരോട് മാത്രം പ്രതികരിക്കാൻ ശ്രമിക്കും. സമയമുണ്ടല്ലോ ഇനിയും. എവിടെ സമയം? 10-26 വയസ്സ് കഴിഞ്ഞില്ലേ? നിന്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ 1-2 കുട്ടികളായി. എന്തിനാ പുറമേ ഉള്ളവരുടെ കാര്യം പറയുന്നത്? നിന്റെ അനിയത്തിമാർക്കുമായില്ലേ കുട്ടിയോള്? കേൾക്കുന്നതൊക്കെ ശരിയാണെന്നറിയാം. വിജിയുടെ മോൾ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ രാജിക്കും കാണും 1-2 പേർ. പുറമേ നിസ്സംഗത നടിക്കാൻ പറ്റാത്ത ചില നേരങ്ങളുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർ മുന്നിലെത്തുമ്പോൾ. അതിലൊരാളാണ് വരദേട്ടൻ. അച്ഛൻ്റെ ചാർച്ചക്കാരൻ എന്നതിലുപരി തനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തരാൻ ഓടി നടന്നയാൾ. ആദ്യ നിയമനം കിട്ടി വടക്കോട്ട് ജോലി സ്ഥലവും തേടി തന്നെ കൊണ്ടുപോയതും വരദേട്ടനും രാധേച്ചിയും കൂടിയാണ്. സ്വന്തം കൂടപ്പിറപ്പിനില്ലാത്ത ഉത്തരവാദിത്തം അന്ന് അവർ ഏറ്റെടുത്തു. 2 വർഷക്കാലം കുറേ പാടുപെട്ടു. മാസത്തിലൊരിക്കൽ അമ്മയെ കാണാനായി ലീവെടുത്ത് വന്നുകൊണ്ടിരുന്ന സമയം വിജിയുടെ സംരക്ഷണയിലായിരുന്നു അമ്മ. കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഒരാൾ കാവലായി സദാസമയവും ഒപ്പമുണ്ടാകണം. രാത്രി ഉറക്ക ഗുളികയിൽ മയങ്ങിക്കിടക്കും. പകലാണ് പ്രയാസം. കുമാരനേട്ടൻ എന്തിയേ? സദാ ചുണ്ടിലുണ്ടാകും ആ മന്ത്രണം. അച്ഛൻ്റെ മുഖത്തിനായി പരക്കെയുള്ള നോട്ടം. ആ ഓർമ്മയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. മക്കൾ പോലും. ഏട്ടനെ എന്നേ അമ്മ മറന്നു കഴിഞ്ഞു. അച്ഛൻ്റെ മരണശേഷം മറ്റു മക്കളെയും. മനസ്സിൻ്റെ സമനില തെറ്റിത്തുടങ്ങുമ്പോൾ ഉപദ്രവമായിരുന്നു ആദ്യം. തന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാതായി. ഓർക്കാപ്പുറത്ത് പലപ്പോഴും വിറക് കൊള്ളികൊണ്ട് അടികിട്ടി. ഒപ്പം ശാപവാക്കുകളും. കുടുംബം നശിപ്പിക്കാനായി പിറന്നവൾ. നിന്റെ അനിയത്തിമാരുടെ ഭാവി കൂടി നീ നശിപ്പിച്ചു. തറവാടിൻ്റെ മാനം പോയി. പെരുമഴ പോലെ വന്നു വീണ ആരോപണങ്ങൾ. ജന്മശാപം പോലെ എല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു. അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ തനിക്കും ഭ്രാന്ത് പിടിക്കണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ദിനരാത്രങ്ങൾ. ആത്മഹത്യയിൽ അഭയം കണ്ടെത്തിയാലോ എന്ന് പലവരും ആലോചിച്ചു പോയിട്ടുണ്ട്. പക്ഷേ മാധവൻ മാമയുടെ മുഖം ഓർക്കുമ്പോൾ ആ ചിന്ത മുളയിലേ നുള്ളിക്കളയും.
തന്നെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തിയ ആ മനസ്സിനെ തനിക്ക് വേദനിപ്പിക്കാനായില്ല. അന്ന് വിജി നിഴൽ പോലെ തൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. സാന്ത്വനോക്തികളും ആശ്വാസവാക്കുകളുമായി. ആ വിജിക്ക് വന്ന മാറ്റം വേണ്ട, ഒന്നും ഓർക്കാതിരിക്കുകയാണ് നല്ലത്. അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞ് 1-2 മാസക്കാലം വിജിയിൽ നിന്ന് പരാതിയൊന്നും ഉയർന്നില്ല. മാസം തോറും താൻ നൽകുന്ന കനത്ത തുക അവളുടെ വായടപ്പിച്ചിരുന്നു. 2ാം ശനിയാഴ്ചയോടുകൂടി 2 ദിവസം കൂടി അവധിയെടുത്ത് ചെല്ലുമ്പോൾ താൻ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് പതിവ്. ചെമ്പകമംഗലം സജീവമാകുന്ന ദിവസങ്ങൾ. അച്ഛൻ്റെ വലിയ ഫോട്ടോയ്ക്ക് മുന്നിൽ നിശ്ചലമിരിക്കുന്ന അമ്മയുടെ രൂപം ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയോടെയാണ് ജോലി സ്ഥലത്തേക്ക് രാത്രി വീണ്ടും തീവണ്ടി കയറുന്നത്. വിജിയിൽ നിന്നും മുറുമുറുപ്പ് ഉയരാൻ കാരണം അമ്മ തന്നെയാണ്. ഒരിക്കൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അമ്മ റോഡിലേക്ക് ഇറങ്ങി നടന്നു. മുരളിയുടെ അമ്മയെ നോക്കാനേൽപ്പിച്ച് പനി പിടിച്ച മിന്നുവിനെയും കൊണ്ട് വിജി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയ നേരം കടയിൽ നിന്നും വന്ന ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കാൻ അവർ അടുക്കളയിലേക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഷർട്ടഴിച്ചിടാൻ അകത്തെ മുറിയിലേക്ക് പോയ ചെല്ലപ്പൻ നായർ ഉമ്മറത്തെത്തുമ്പോൾ അമ്മ അപ്രത്യക്ഷയായി കഴിഞ്ഞിരുന്നു. റോഡിലൂടെ എതിരെ വന്ന പരിചയക്കാരിലാരോ അമ്മയെ പിടിച്ചു നിർത്തി. അച്ഛനെ അന്വേഷിച്ചുള്ള ആ യാത്ര ഒടുവിൽ മുരളിയുടെ കടയിൽ അവസാനിച്ചു. എനിക്ക് പറ്റില്ല ചേച്ചി, എൻ്റെ അമ്മയൊക്കെ തന്നെ. പക്ഷേ ഇങ്ങനെ കണ്ണു തെറ്റിയാൽ ഇറങ്ങിപ്പോകുന്ന ഒരാളെയും നോക്കിയിരിക്കാൻ എനിക്കാവില്ല. ഇവിടെ ആണെങ്കിൽ പിടിപ്പത് ജോലിയുണ്ട്, എല്ലാം വെച്ചുണ്ടാക്കണം, കൊച്ചിനെ സ്കൂളിൽ അയക്കണം, പശുവിനെ നോക്കണം, നിന്ന് തിരിയാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് അമ്മ ഈ പണി കാണിക്കുന്നത്. ഏട്ടനെന്നും പറഞ്ഞ് ഒരാളുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് വന്നുപോയി. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു നോക്കിയതാ. അപ്പോൾ പറയുക ജയന്തി കൊണ്ടുപോയി ജോലിസ്ഥലത്ത് താമസിപ്പിക്കട്ടെ എന്ന്. എല്ലാറ്റിനും കാരണക്കാരി അവളല്ലേ എന്ന് നമ്മുടെ നാത്തൂനും. പുതിയ വർത്തമാനങ്ങളൊന്നും ആയിരുന്നില്ല അത്. എന്നിട്ടും മനസ്സ് നൊന്തു. ഏട്ടൻ വന്നതും പോയതും താൻ അറിഞ്ഞിരുന്നു. ഒന്ന് വിളിച്ച് സുഖാന്വേഷണങ്ങൾ നടത്താനുള്ള സന്മനസ് പോലും കാണിച്ചില്ല. ഓഫീസിലെ ഫോൺ നമ്പർ വിജിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ചോദിക്കുക പോലും ഉണ്ടായില്ല. ചേച്ചി എന്താ മിണ്ടാതിരിക്കുന്നത്? വിജിയുടെ ചോദ്യത്തിൽ സങ്കടത്തെക്കാളേറെ മടുപ്പാണ് എഴുന്നു നിന്നിരുന്നത്. അവളീ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട് ജയമോളെ. അതിപ്പോൾ പരിചയക്കാരുടെ കണ്ണിൽ പെട്ടതുകൊണ്ട് ആളെ തിരിച്ചു കിട്ടി. ദേഹത്താണെങ്കിൽ ഉരുപ്പിടികളും കിടപ്പുണ്ട്. ഇക്കാലത്ത് അതൊക്കെയാ പേടിക്കേണ്ടത്. ചെലപ്പൻ നായരും വിജിയുടെ പക്ഷത്തായി. മുരളിയുടെ അമ്മ മോഗയായിരുന്നു. മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കുന്ന കനത്ത തുകയുടെ പ്രലോഭനം ആ മൗനത്തിന് പിന്നിലുണ്ട്. താൻ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ കാര്യത്തിൽ പൊടുന്നനെ പ്രകടമാക്കുന്ന ശുഷ്കാന്തി വെറും നാട്യമാണെന്ന് വിജി രഹസ്യമായി പറഞ്ഞിരുന്നു. വെറുതെയാ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അമ്മയൊന്ന് കുളിപ്പിക്കാൻ പോലും സഹായിക്കാറില്ല. വലിയൊരു കീറാമുട്ടിയാണ് മുന്നിലുണ്ടായിരുന്നത്. അമ്മയെ എന്തായാലും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാകില്ല. വാടകയ്ക്ക് വീടെടുക്കേണ്ടി വരും. ഭിന്നമായ സാഹചര്യങ്ങളും ആചാരങ്ങളുമുള്ള ഒരിടത്തേക്ക് ഒരാൺതുണ കൂടി ഇല്ലാതെ. മുമ്പുണ്ടായിരുന്ന മാധവൻ മാമയുടെ നിറസാന്നിധ്യം ഒരു തീരാനഷ്ടമായി മനസ്സിനെ കുത്തി നോവിക്കുന്ന നിമിഷങ്ങൾ. ഒരാളെ നോക്കാൻ വെച്ചാലോ? ശമ്പളം കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. മുരളിയാണ് താൽക്കാലികമായൊരു പോംവഴി കണ്ടെത്തിയത്. തനിക്കും അത് സമ്മതമായിരുന്നു. ഇവിടെ ഒരാൾക്കു കൂടി തങ്ങാനുള്ള ഇടമൊന്നുമില്ല. ചെല്ലപ്പൻ നായർ തടസ്സം നിന്നു. പറഞ്ഞത് ശരിയായിരുന്നു. സ്ഥല സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു ആ വീടിന്. ദിവസവും വന്നു പോകുന്ന ഒരു സ്ത്രീ. കിടക്കാനൊന്നും പറയണ്ട. അമ്മ രാത്രി ഉറങ്ങിക്കൊള്ളില്ലേ? അതിരാവിലെ വന്ന് സന്ധ്യയ്ക്ക് മടങ്ങിക്കൊള്ളും. മുരളി വീണ്ടും പറഞ്ഞു. ചേച്ചി തീരുമാനിക്കട്ടെ. വരുന്നവർക്ക് 3 നേരത്തെ ഭക്ഷണവും ശമ്പളവും ഒക്കെ കൊടുക്കേണ്ടി വരും. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു. ചെലവ് താൻ താങ്ങണം. പെറ്റമ്മയ്ക്ക് വേണ്ടി വലിയ ത്യാഗമൊന്നും അവളിൽ നിന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഓർത്തു. സമ്മതിച്ചു. എന്തിനും തയ്യാറായിരുന്നു. തനിക്കെന്തിനാണ് സമ്പാദ്യം? മാസം തോറുമുള്ള ഹോസ്റ്റൽ ചെലവ്, യാത്രാക്കൂലി, പിന്നീട് അത്യാവശ്യം ചെലവിനുള്ളത് കഴിച്ചാൽ വീട്ടിലെ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത ലോണിനടച്ചു കൊണ്ടിരിക്കുന്നു. ഒട്ടൊരു ആത്മനിന്ദയോടുകൂടി മാത്രമേ ആ കടത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നുള്ളൂ. തൻ്റെ വിവാഹ ആവശ്യത്തിനായി അച്ഛൻ്റെ മേൽ വന്നുകൂടിയ ബാധ്യത തീർക്കാൻ വേണ്ടിയെടുത്ത ലോൺ, അന്തസ്സും ആഭിജാത്യവുമൊക്കെ കളഞ്ഞു കുടിച്ച് ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ വരുത്തി വെച്ച കടം. വർഷങ്ങൾ കൊണ്ട് അത് പെരുകി വലിയ തുകയായി മാറി. വീടും പറമ്പും ജപ്തി ചെയ്യുമെന്നായപ്പോൾ വരദേട്ടനാണ് കൈത്താങ്ങായത്. അന്നും ഇന്നും ഏട്ടൻ തന്നെയാണ് ബാങ്ക് പ്രസിഡന്റും. രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുണ്ടായിരുന്നു വരദേട്ടന്.
ഒരു തവണ ഏട്ടൻ്റെ കൂടെ വകുപ്പ് മന്ത്രിയെ കാണാൻ തലസ്ഥാനം വരെ പോകേണ്ടി വന്നു. എത്രയും വേഗം നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ, ദിവസവും വീട്ടിൽ നിന്നും പോയി വരാൻ പറ്റുന്ന ഒരു ഓഫീസ്, അതായിരുന്നു ലക്ഷ്യം. അമ്മയുടെ രോഗവിവരം കാണിച്ച് അപേക്ഷ തയ്യാറാക്കിയതും അതിൻ്റെ പിന്നാലെ നടന്നതുമൊക്കെ ഏട്ടനായിരുന്നു. സ്വന്തം പഞ്ചായത്തിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ നന്ദി പറയേണ്ടത് വരദേട്ടനോടാണ്. ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അമ്മ മയക്കം വിട്ടുണർന്ന് വരുന്നതിനു മുമ്പ് അടുക്കളപ്പണി കഴിഞ്ഞു കിട്ടും. ജാനു അമ്മയുടെ കുളിയും തേവാരവും ഒക്കെ താൻ ഓഫീസിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കഴിയും. അവർ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടുന്നത് കണ്ടിട്ടാണ് താൻ പുറപ്പെട്ടത് തന്നെ. എന്നാലും പേടിയുണ്ടായിരുന്നു. മതിൽ കെട്ട് റോഡിൻ്റെ ഭാഗത്തേയുള്ളൂ. അടുത്ത പറമ്പുകളുമായി അതിരിടുന്നത് വേലികളാണ്. ചില ഭാഗങ്ങൾ പൊളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ പറമ്പ് കാട് കയറി കിടക്കുന്നത് കൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോകില്ലെന്നുള്ള ധൈര്യം കൈമുതലായി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കാലത്ത് വീടിൻ്റെ ചുറ്റുവട്ടത്തെ ഇത്തിരി മുറ്റം കഴിച്ചാൽ ബാക്കിയുള്ളിടം മുഴുവൻ കൃഷിയായിരുന്നു. 1 ഇഞ്ച് ഭൂമി പോലും ഒഴിഞ്ഞു കിടക്കാറുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന ആദായവും തേങ്ങ വിറ്റ് കിട്ടുന്ന പണവുമായിരുന്നു വരവ്. ആദ്യമൊക്കെ ഉദയേട്ടൻ്റെ ഡ്രാഫ്റ്റുകൾ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഡ്രാഫ്റ്റിലെ തുക ചുരുങ്ങി വന്നു. നിർമ്മലേട്ടത്തിയാണ് അതിൻ്റെ പിന്നിലെന്നറിയാം. അവരുടെ അച്ഛൻ്റെ ഔദാര്യത്തിലായിരുന്നല്ലോ ഏട്ടൻ്റെ ഗൾഫിലെ ജോലി. താനും ഏട്ടനും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അമ്മ 3 പെൺകുട്ടികൾക്ക് കൂടി ജന്മം നൽകി. വയസ്സുകാലത്ത് അച്ഛനെയും അമ്മയെയും കണ്ണീര് കുടിപ്പിക്കാൻ മാത്രമുണ്ടായ ജന്മങ്ങൾ. അതേക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുന്നു. ഹാഫ് ഡോർ തുറന്ന് പ്യൂൺ അകത്തേക്ക് വന്നു. കുഞ്ഞി, ആരോ കാണാൻ വന്നു നിൽക്കുന്നു. തൻ്റെ നാട്ടുകാരൻ തന്നെയാണ് വിജയേട്ടൻ. സെക്രട്ടറിയും പ്യൂണും തമ്മിലുള്ള ബന്ധമല്ല ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. ആരാണ് വിജയേട്ട? കുഞ്ഞിൻ്റെ ഒപ്പം പഠിച്ചതാണെന്നാ പറഞ്ഞത്. ഉള്ളിൽ ആകാംക്ഷയുണർന്നു. ഹൈസ്കൂൾ തലം വരെ പഠിച്ച ആരോ പഴയ സൗഹൃദവും പറഞ്ഞ് എന്തെങ്കിലും കാര്യസാധ്യത്തിനായി വന്നതാവാം. പക്ഷേ ഹാഫ് ഡോറിന് മുകളിലൂടെ ആ മുഖം കണ്ടപ്പോൾ മനസ്സ് കുതിച്ചു ചാടി. സ്വയം അറിയാതെ തന്നെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയി. സുമയ്യ, തൻ്റെ പ്രിയ സുഹൃത്ത്, ഒരു പക്ഷേ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിയാൻ കാരണക്കാരിയായവൾ. ഇരുവർക്കുമിടയിൽ മൗനം കനത്തു നീങ്ങുന്നു. നോക്കിയിരിക്കെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. തൻ്റെ സ്ഥിതിയും ഭിന്നമല്ലെന്നോർത്തു. സുമയ്യയോട് ചേർന്ന് നിന്നിരുന്ന ആൺകുട്ടിയുടെ നോട്ടം ഇരുവരുടെയും മുഖത്ത് മാറി മാറി വീണുകൊണ്ടിരുന്നു. ഒട്ടൊരു പകപ്പ് മിഴികളിലുണ്ട്. അപരിചിതത്വം ആ മുഖത്ത് കൂടുകെട്ടിയിരിക്കുന്നു. ഇതാണോ ജയ ആൻറ്റി? ആ സ്വരമാണ് ഗതകാലങ്ങളിലേക്ക് ഒളിയിടാൻ തുടങ്ങിയ മനസ്സിനെ തൊട്ടുണർത്തിയത്. ഉവ്വ് മോനെ, ഇതാണ് ജയ ആൻറ്റി, മമ്മിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട്. മമ്മി കാരണം ഗദ്ഗതം വികലമാക്കിയ വാക്കുകൾ. മോനെയും ചേർത്ത് പിടിച്ച് അവൾ ശബ്ദമടക്കി കരയുകയാണ്. ഹൃദയം നുറുങ്ങുകയാണെന്നറിഞ്ഞു. സാവധാനം കസേര വിട്ട് എഴുന്നേറ്റു. തൊട്ടരികിൽ ചെന്ന് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ മനസ്സുഴറി തുടങ്ങിയിരുന്നു. തൻ്റെ തോളിലേക്ക് തല ചായച്ച് അവൾ ഏങ്ങലടിച്ചു. സുമയ്യ, കരയാതെ, മോന് വിഷമമാവുന്നുണ്ട്. നീ കരച്ചിൽ നിർത്ത്. അവൾ തല തിരിച്ച് മോനെ നോക്കി. മമ്മി കരയുന്നതിൻ്റെ വൈഷമ്യം ആ കുഞ്ഞു മുഖത്ത് പ്രതിഫലിച്ചിരിക്കുന്നു. ഏറിയാൽ 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഓമനത്വമുള്ള ഒരു കുട്ടി. സുമയ്യ കരച്ചിലടക്കി നേരെയിരുന്നു. മമ്മി എന്തിനാ കരയുന്നേ? ആ ചോദ്യത്തിനു മുന്നിൽ അവൾ മൂകയായി. മറുപടി പറയുന്നതിന് പകരം മോനെ മടിയിലേക്ക് കയറ്റിയിരുത്തി ആ മൂർധാവിൽ ചുംബിക്കുന്നത് കണ്ടു. നിശബ്ദമിരിക്കുകയായിരുന്നു താനും. വർഷങ്ങൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി അവളെ കണ്ടുമുട്ടിയതിൻ്റെ അമ്പരപ്പിൽ നിന്നും പിടഞ്ഞുയരാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഹാഫ് ഡോർ തള്ളി തുറന്ന് 2 ഗ്ലാസ് നിറയെ ഓറഞ്ച് ജ്യൂസുമായി വിജയേട്ടൻ കടന്നു വന്നു. കുഞ്ഞിന് വേണ്ടായിരുന്നല്ലോ? തന്നോടായിരുന്നു ചോദ്യം. ഉവന്ന മട്ടിൽ തലകുലുക്കി. സമയം ഉച്ചയാകാൻ തുടങ്ങുന്നു. ഊണിനു മുമ്പ് താനൊന്നും കഴിക്കാറില്ലെന്ന് വിജയേട്ടൻ അറിയാം. കഴിച്ചോളൂ സുമയ്യ. തൻ്റെ നിർദ്ദേശം കേട്ടിട്ടും അവൾ സംശയത്തോടെ മുമ്പിലിരുന്ന ഗ്ലാസുകളിലേക്ക് നോക്കി. കഴിക്കാൻ കുഞ്ഞേ, വൃത്തിയുള്ള ബേക്കറിയാ. എൻ്റെ മുന്നിൽ വെച്ച ഓറഞ്ച് എടുത്ത് ജ്യൂസാക്കി തന്നത്, വിജയേട്ടനും പറഞ്ഞു. സുമയ്യയുടെയും മോൻ്റെയും വേഷവിധാനം ആ സ്വരത്തിലെ ഭവ്യതയുടെ ഈണം കലർത്തിയിരുന്നു. ജീൻസും ടോപ്പുമാണ് അവൾ ധരിച്ചിരുന്നത്. മുടി ഉയർത്തി പോണി ടെയിൽ കെട്ടിവെച്ചിരിക്കുന്നു. മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ്
മുറിയിലേക്ക് കടന്നു വന്ന നിമിഷം അവൾ നെറുകയിലേക്ക് പൊക്കി വെച്ചു. നിനക്കിന്ന് ലീവ് എടുക്കാമോ ജയ? മോനെ ജ്യൂസ് കുടിപ്പിക്കുന്നതിനിടയിൽ പൊടുന്നനെയായിരുന്നു ചോദ്യം. എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. കോൺഫറൻസിൻ്റെ കാര്യം അറിയിക്കാതെ വയ്യ. ഉച്ചയ്ക്ക് ശേഷം ഒരു കോൺഫറൻസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ലീവ് എടുക്കാമായിരുന്നു. എവിടെ വെച്ചാണ്? അടുത്ത പഞ്ചായത്ത് ഓഫീസിൽ വെച്ച്. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ നിന്നെയും മോനെയും വീട്ടിലാക്കാം. ഒരു 2-2.5 മണിക്കൂർ, അതിനപ്പുറം പോവില്ല. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. സാവധാനമാണ് അവൾ വാക്കുകൾ ഉരുവിട്ടത്. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, നല്ല ഊണ് കിട്ടും, വരുത്തട്ടെ? വീട്ടിൽ അവർക്ക് കൊടുക്കാനുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്നറിയാം. രാത്രിയാണെങ്കിൽ കഞ്ഞിയും എന്തെങ്കിലും പുഴുക്കുമാണ് സാധാരണ ഉണ്ടാക്കാറ്. വേണ്ട, നമുക്ക് ടൗണിലേക്ക് പോകാം. ഊണ് നമുക്കൊന്നിച്ച്, അത് കഴിഞ്ഞാൽ നിനക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിക്കാം. അപ്പോൾ നിനക്കിന്ന് മടങ്ങേണ്ടേ? ഇല്ല, എനിക്കൊരു ദിവസമെങ്കിലും നിന്നോടൊത്ത് കഴിയണം. ആ വാക്കുകളിലെ ദാർഢ്യം ഉള്ളുണർത്തി. അവളുടെ സാമീപ്യം തന്നെ പഴയ ജയന്തിയാക്കുന്നു. വാച്ചിലേക്ക് നോക്കി. സമയം 12:30 വേണമെങ്കിൽ സൂപ്രണ്ടിനോട് പറഞ്ഞ് തനിക്കിറങ്ങാം. പക്ഷേ അത്യാവശ്യം ഒപ്പിടേണ്ട ഒരു ഫയൽ തൻ്റെ മുന്നിലുണ്ട്. പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സംബന്ധിക്കുന്ന പേപ്പറാണ്. തലേന്ന് വൈകുന്നേരം ചെയർമാൻ അതേക്കുറിച്ച് സൂചിപ്പിച്ചതോർത്തു. വേഗം ഒന്ന് ഒടിച്ചു നോക്കി ഒപ്പിട്ടു. മേശ പൂട്ടി ബാഗും കുടയും എടുത്ത് സുമ്മയ്യയോടൊപ്പം പുറത്തേക്കിറങ്ങി. ഹാളിലിരിക്കുന്നവരുടെ എല്ലാം നോട്ടം സുമ്മയ്യയുടെ നേരെയാണ്. കൂട്ടുകാരിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. സൂപ്രണ്ട് ജമീല സാറാണ് അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞു നിന്ന നിശബ്ദതയ്ക്ക് വിരാമമിട്ടത്. ഞാൻ തന്നെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ സെക്രട്ടറി എൻ്റെ കൂട്ടുകാരിയായിരുന്നു. 2-2.5 വർഷക്കാലം ഞങ്ങൾ ഒരേ കോളേജിൽ, ഹോസ്റ്റലിൽ, ഒരേ മുറിയിൽ. സുമ്മയുടെ പഴയ പ്രസരിപ്പും ഓജസ്സുമൊക്കെ വാക്കുകളിൽ മുഴങ്ങുന്നു. നിമിഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞത് അവളാണെന്ന് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഇപ്പോൾ എവിടെയാണ് സെക്രട്ടറി മാഡത്തിൻ്റെ കൂട്ടുകാരി? സ്വതേ സരസനായിരുന്ന ഹെഡ് ക്ലർക്ക് കരുണൻ സാർ ചോദിച്ചു. ദുബായിൽ. പറയുന്നതിനിടയിൽ അവൾ ബാഗ് തുറന്ന് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുത്ത് തൻ്റെ നേരെ നീട്ടി. നിനക്ക് വേറെയുണ്ട്, ഇത് ഇവിടുള്ളവർക്ക്. പങ്കുവെക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ജമീല സാറിനെ പാക്കറ്റ് ഏൽപ്പിക്കുമ്പോൾ ചോദ്യമുണ്ടാകാതിരുന്നില്ല. കോൺഫറൻസ് പോകും, അതിനു മുമ്പ് ഊണ് കഴിക്കണം. ഇവർക്ക് ഊണ്? ജമീല സാർ സ്വരം താഴ്ത്തി അന്വേഷിച്ചു. ടൗണിലേക്ക് പോകാമെന്ന് അവൾ പറയുന്നു. ഓ, കാറുണ്ടല്ലോ, പോയി വരാനുള്ള സമയം കിട്ടും. ഹാളിനു മുന്നിൽ മുറ്റത്ത് സുമയെയും കാത്ത് കാർ കിടന്നിരുന്നു. വില കൂടിയ ഒരാഡംബര കാറായിരുന്നു അത്. ഡ്രൈവർ വേഗം ഡോർ തുറന്നു തന്നു. 10-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. മോനെ മുന്നിലിരുത്തി സുമയ്യ തന്നോടൊപ്പം കയറി. നീ എന്നാണ് നാട്ടിലെത്തിയത്? സാവകാശം കിട്ടിയപ്പോൾ ചോദിക്കാതിരുന്നില്ല. 1 മാസത്തിലേറെയായി. ഷെരീഫിക്ക മിനിഞ്ഞാന്ന് തിരിച്ചു പോയി. ഇവൻ്റെ വെക്കേഷൻ തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. മോൻ ഏത് ക്ലാസ്സിലെത്തി? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. പിന്നീടൊന്നും ചോദിക്കാൻ മനസ്സനുവദിച്ചില്ല. എങ്കിലും ഉള്ളിൽ കിടന്നു പലതും തിളച്ചു മറിയുന്നു. പക്ഷേ നാവിന് കനം വെച്ചിരിക്കുന്നു. സുമ്മയും മൂകയായിരിക്കുന്നു. സ്വന്തം മനസ്സുമായി സംവദിക്കുന്നത് പോലെ. ടൗണിലെ ഏറ്റവും മുന്തിയ റെസ്റ്റോറൻറ്റിലായിരുന്നു ഊണ്. ശീതീകരിച്ച മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുമ്മയ്യ മുഖത്ത് പ്രസന്നത നടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് വെറും നാട്യമായിരുന്നുവെന്ന് തോന്നി. അവളുടെ ഉള്ളിൽ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ടെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ട്. മോൻ്റെ സംശയങ്ങൾക്ക് അവൾ യാന്ത്രികമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. കോൺഫറൻസ് നടക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്ക് വീടിന് മുന്നിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. നീ ഇവിടെ ഇറങ്ങി റെസ്റ്റ് ചെയ്യ്, ഞാൻ വേഗം മടങ്ങിയെത്താൻ നോക്കാം. സാരമില്ല ജയ, ഇവനെ ഒരു ഫിലിം കാണിക്കണമെന്നുണ്ട്, ഒരു ആനിമേഷൻ പിക്ചർ. ഇങ്ങോട്ട് വരുമ്പോൾ പോസ്റ്റർ കണ്ട് ബഹളം കൂട്ടിയതാണ്. ആ തിയേറ്റർ ടൗണിൻ്റെ ഏത് ഭാഗത്ത് വരും? സോറി, എനിക്കറിയില്ല സുമ. താൻ അവളുടെ പഴയ ആ വിളിപ്പേരിലെത്തിയിരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചോളാം. യു ക്യാരി ഓൺ. അവൾ യാത്ര പറഞ്ഞു. കാർ കണ്ണിൽ നിന്ന് മറയുമ്പോൾ അവളുടെ അന്വേഷണമാണ് മനസ്സിൽ എഴുന്നു നിന്നിരുന്നത്. ഒരു സിനിമ കണ്ടിട്ട് വർഷങ്ങൾ എത്ര കടന്നു പോയിരിക്കുന്നു. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോയതൊഴിച്ചാൽ വീട്ടിൽ നിന്ന് ആരും സിനിമയ്ക്ക് പോയ ഓർമ്മയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതചര്യകളിൽ സിനിമകൾ ഇടം പിടിച്ചിരിക്കുന്നില്ലെന്നോർത്തു. പാരമ്പര്യങ്ങളിലും മാമൂലുകളിലും മുറുകെ പിടിച്ചിരിക്കുന്ന ജീവിതമായിരുന്നു ഇരുവരുടെയും. മാധവും മാമിയും അത് തന്നെ പിന്തുടർന്നു.
സർവ്വവിധ അച്ചടക്കത്തോടെയാണ് പെൺമക്കളെ വളർത്തിയത്. ദിവസവും ബസ് കയറി ടൗണിലെ കോളേജിൽ പോയി വരേണ്ടെന്ന് കരുതിയാണ് കുറച്ചകലെയുള്ള വനിതാ കോളേജ് തിരഞ്ഞു പിടിച്ച് അഡ്മിഷൻ വാങ്ങിയത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു താൻ. വിജിയും രാജിയും തൻ്റെ ഒപ്പം എത്തിയതുമില്ല. ഉദയേട്ടൻ പഠിക്കാൻ മിടുക്ക് കാട്ടിയതുകൊണ്ട് MCom വരെ അച്ഛൻ പഠിപ്പിച്ചു. വെറുതെ നിൽക്കേണ്ടിയും വന്നില്ല. പഠിത്തം കഴിഞ്ഞ ഉടനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുമായി. എറണാകുളത്തായിരുന്നു അത്. ഉദയേട്ടൻ്റെ ശമ്പളം കൂടിയായപ്പോഴാണ് തന്നെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ അച്ഛൻ തീരുമാനമെടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ നിർമ്മലയെടുത്തി എല്ലാം തകിടം മറിക്കുകയായിരുന്നു. തനിക്ക് സംഭവിച്ച വീഴ്ചകൾ പൊടുപ്പും തൊങ്ങലും അണിയിച്ച് ഉദയേട്ടനെ അറിയിച്ചുകൊണ്ടിരുന്നു. നിറം പിടിപ്പിച്ച നുണകൾ അതേപടി വിഴുങ്ങി ഏട്ടൻ. അച്ഛൻ്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കൂടി എത്തിയില്ല. ഒടുവിൽ ഏട്ടൻ്റെ മകനാണ് അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ജയന്തി സാർ ഇന്ന് നേരത്തെയാണല്ലോ? ചോദ്യം കേട്ട് തലയുയർത്തി. താൻ പഞ്ചായത്ത് ഹാളിൻ്റെ വാതിക്കൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ സെക്രട്ടറിയാണ് മുന്നിൽ. മറുപടിയായി ചിരിച്ചെന്ന് വരുത്തി. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അയാൾ എഴുതിക്കൊണ്ടിരുന്ന ലഡ്ജറിലേക്ക് തല താഴ്ത്തി. തൻ്റെ പ്രകൃതം അറിയാവുന്നതുകൊണ്ടായിരിക്കും താൻ ഇപ്പോഴും വാക്കുകൾക്ക് പിശുക്ക് കാണിക്കുന്നു. കോൺഫറൻസിൽ പങ്കുകൊള്ളുമ്പോഴും അത്യാവശ്യം വേണ്ട നോട്ടുകൾ കുറിക്കുമ്പോഴും സുമയ്യയുടെയും മോൻ്റെയും സുഖസൗകര്യങ്ങളെക്കുറിച്ചോർത്ത് മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. സുമയ്യ പണ്ടും തൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു കൂടിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ. എല്ലാം മാറി മറിഞ്ഞു പോയിരിക്കുന്നു. ആ കാലങ്ങളിലേക്ക് മനസ്സ് ഒന്ന് ചുറ്റോടി വന്നു. നിറസാന്നിധ്യമായി ഉമ്മറത്തെ ചാരുകസേരയിൽ ഉണ്ടായിരുന്ന അച്ഛൻ, അടുക്കളയിലും ഉമ്മറത്തുമായി ഓടി നടക്കുന്ന അമ്മ, ആ വിളിക്കപ്പുറത്ത് കാത്തു നിൽക്കുന്ന രാജിയും വിജിയും, സുഖാന്വേഷണങ്ങളുമായി അമ്മയുടെ തറവാട്ടിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന മാധവം മാമ. ഒരോർമ്മ മാത്രമായി തീർന്നിരിക്കുന്നു പഴയ ആ ചെമ്പകമംഗലം. എല്ലാം പണ്ട് കണ്ടുമറന്ന ഒരു സ്വപ്നം പോലെ. ഇപ്പോൾ വീടിൻ്റെ മുറികളെല്ലാം തുറക്കാറില്ല. തളത്തിന് ചുറ്റുമുള്ള 2 മുറികൾ മാത്രമാണ് മനുഷ്യഗന്ധം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിൽ അമ്മയും ജാനുവമ്മയും, തൊട്ടടുത്ത മുറിയിൽ താൻ. ഉറക്ക ഗുളികകളിൽ അമ്മ ആശ്വാസം കണ്ടെത്തുന്നത് കണ്ട് രാത്രികളെ താൻ ഭയക്കുന്നില്ല. ജാനുവമ്മയ്ക്കും സ്വസ്ഥമായി നടുനിവർക്കാം. പകലാണ് പ്രയാസം. അമ്മയുടെ ചലനങ്ങളും നോക്കി കാവലിരിക്കണം. ശ്വാസം വിടാൻ കൂടി നേരം എടുക്കാതെയാണ് മോളെ ഞാനൊന്ന് ഓമറയിൽ പോയി വരുന്നത്. ജാനുവമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഓമറ എന്ന് അവരുദ്ദേശിക്കുന്നത് വീട്ടിനുള്ളിലെ കുളിമുറിയാണ്. അമ്മയ്ക്ക് അസുഖമായതിനു ശേഷം മാധവ മാമ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണത്. പഴയ ഒരു സ്റ്റോർ റൂം രൂപാന്തരം പ്രാപിച്ചതാണ് പുതിയ ബാത്റൂം. തൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ അതിൻ്റെ മൂലകളിൽ കാച്ചിലും ചേമ്പും ചേണിയും നനക്കിഴങ്ങുകളുമൊക്കെ കൂടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. വാഴക്കുലകൾ തൂക്കിയിടാറുള്ള വളയങ്ങൾ സ്മാരകങ്ങൾ പോലെ മച്ചിലുണ്ടിപ്പോഴും. ടൈലുകൾ ഒട്ടിച്ച് പുതിയ മാതൃകയിൽ പണിത ആ കുളിമുറി മാത്രമാണ് ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നത്. തളത്തിൽ നിന്ന് കയറാവുന്ന വാതിലായതുകൊണ്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കാം. അമ്മാമ്മയുടെ കയ്യിലന്ന് രൂപയുണ്ടായിരുന്നു. തൻ്റെ വിവാഹം ആഘോഷമായി നടത്തിക്കഴിഞ്ഞതിന് ശേഷമുണ്ടായ നീക്കിയിരിപ്പ്. അമ്മയുടെ ഓഹരി വിറ്റതാണ്. സ്വന്തം മകൻ കൈയൊഴിഞ്ഞു പറഞ്ഞപ്പോൾ ഹതാശനായി തീർന്ന അച്ഛനെ സഹായിക്കാൻ അമ്മാമ്മയ്ക്കും അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ തുകയിൽ നിന്ന് സ്ത്രീധനമായി കണക്ക് പറഞ്ഞു വാങ്ങി വിശ്വേട്ടൻ കുറെ കൊണ്ടുപോയി. കല്യാണം മുടങ്ങി നിന്ന പെണ്ണിൻ്റെ കഴുത്തിൽ മകൻ താലി വെക്കണമെങ്കിൽ പറഞ്ഞ തുക കയ്യിൽ കൊടുക്കണമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിൻ്റെയും ഭർത്താവിൻ്റെയും നിബന്ധന. ഔദാര്യം കാട്ടുന്ന മട്ടായിരുന്നു ദേവകി അപ്പച്ചിക്കും രാഘവൻ മാമയ്ക്കും. മധുരമായൊരു പ്രതികാരത്തിൻ്റെ പിൻബലം ആ ആവശ്യത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന താനും. മുമ്പൊരിക്കൽ വിശ്വേട്ടന് വേണ്ടി തന്നെ പെണ്ണ് ചോദിച്ചു വന്ന ഇരുവരെയും അച്ഛൻ ആട്ടിയിറക്കി വിട്ടതാണ്. മുഴുക്കുടിയനായ ഒരുത്തന് കൊടുക്കാൻ ഇവിടെ പെണ്ണില്ല, അച്ഛൻ അർത്ഥമുറിച്ച് പറഞ്ഞു. വാതിലിന് പിന്നിൽ വേപത് കൊണ്ട് ചെവിയോർത്ത് നിന്ന തനിക്ക് ആ രംഗം ഇന്നും മറക്കാനാവില്ല. അത്രമാത്രം താൻ വിശ്വേട്ടനെ വെറുത്തിരുന്നു. കാതിൽ വീണുകൊണ്ടിരുന്ന കഥകളായിരുന്നില്ല ആ വെറുപ്പിന് പിന്നിൽ. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ തന്നെ ഉപദ്രവിക്കാൻ ആ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു പേക്കിനാവ് പോലെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നതോർത്തു. ഒരിക്കൽ സുമ്മയേക്കും ആ ആക്രമണത്തിൽ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. രാജഗോപാലുമായുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ അന്നായിരുന്നു അത്. നിരാശയും സങ്കടവുമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ക്യാമറയും കഴുത്തിൽ തൂക്കി തൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അയാൾ, ഫോട്ടോഗ്രാഫറിൻ്റെ റോളിൽ.
ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു തുടങ്ങിയപ്പോൾ താനിരുന്ന മുറിയിലേക്ക് കടന്നുവെന്ന വിശ്വേട്ടനിൽ നിന്നും അങ്ങനെ ഒരു നീക്കമുണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സുമയ്യ കടന്നു വന്നതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം നാളെ.